What is up, people? It's me, your traveler. Welcome back to another beautiful episode of Travelers Memories. നമ്മളെന്ന് പറഞ്ഞാൽ ഇന്നൊരു അടിപൊളി ഡെസ്റ്റിനേഷനിലോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതേ എൻ്റെ ബാക്കിലുണ്ട്. അപ്പം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ട്രക്ക് ചെയ്താണ് പോകുന്നത്. അത്യാവശ്യം കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സ്പോട്ടും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കാനുള്ള ഇതോ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടേക്കാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ടേക്കാണ് പോകുന്നത്. ഭയങ്കര സ്പോട്ടും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഇനി ഫ്രണ്ടിലോട്ടേക്ക് ഇതേ ഈ ഒരു കയറ്റവും കാര്യങ്ങളും ഇല്ലേ, ഈ ഒരു കയറ്റം നമുക്ക് ക്ലൈംബ് ചെയ്ത് മുകളിലോട്ടേക്ക് പോകണം. അപ്പം ഇതിൻ്റെ ബാക്കിലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മൾ വണ്ടി വെച്ച് കയറി വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്നാണ്. നമ്മളിങ്ങനെ കയറി പോകുന്ന കഴിക്കുന്നത് ഇവിടെ ഇപ്പം ബാക്കിൽ വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ വീടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു പോണ വഴിക്ക്. ഇത് അത്യാവശ്യം നല്ല കുത്തിനുള്ള കയറ്റാണ്. ഇതുണ്ടോ ബാക്കിലോട്ടേക്കുള്ള വഴി. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ പോകണമെന്ന് പറയുമ്പോഴത്തേനും കൂടെ കയറി വന്നാൽ, പക്ഷെ അവൻ വിചാരിച്ചില്ല ഇങ്ങനെയൊരു ഇതുണ്ടാവുക. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കേ, ഉള്ളവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു വാട്ടർ ടാങ്ക് കേട്ടോ. ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്നില്ല. നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാട്ടർ ടാങ്ക്. ഇതിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ കണ്ടോ. ഇവിടെ വീടും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കയറ്റത്തിൻ്റെ മുകളിൽ, ഇത്രയും സ്റ്റീഫായിട്ടുള്ളൊരു കയറ്റത്തിൻ്റെ മുകളിൽ ഇവരിങ്ങനെ വീടും കാര്യങ്ങളൊക്കെ പണിയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഫ്രണ്ട്സ്, നമ്മളിതേ പോകാൻ പോണ സ്പോട്ട് ഏകദേശം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ. അതേപോലെ തന്നെ ഇവിടുന്ന് കാണുന്നൊരു ഇത് നോക്കിക്കേ, ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഷെയ്ഡ് പോലെ നിൽക്കണം. കാരണം നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും മേളിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം പക്ക ക്ലിയറായിട്ട്. അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ കുറേ നാളായി. അപ്പം ഇതേപോലെ ശരീരം അനങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ അതിൻ്റേതായ കിതപ്പും ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പം എനർജി ലെവലും അതേപോലെ ഒരു ലൈറ്റായിട്ടുള്ള ഡൗണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത്രയും നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ട റോഡിലൂടെയാണ് കയറി വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് ആ കോൺക്രീറ്റ് ഇട്ട പാത മാറിയിട്ട് ഫുൾ മണ്ണിട്ടൊരു വഴിയായിരിക്കും. ഈ ഒരു മണ്ണിട്ട വഴി നമുക്ക് ഇവിടം വരെ ഇങ്ങനെ കാണാതെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും വീണ്ടും ആ കോൺക്രീറ്റ് ഇട്ടുള്ളൊരു പാട്ട് വരുന്നു. അപ്പം ഇവിടെ ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ കുരുമുളക് അതേപോലെ തന്നെ കൊക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയാസ് കേട്ടോ. അതേപോലെ ഇവിടെ ജാതിക്ക അങ്ങനത്തെ ഉള്ള എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഹൈ റേഞ്ചിലുള്ള ഇങ്ങനെ ഇതേപോലെ താമസിക്കുന്ന ആൾക്കാരും കാര്യങ്ങളും എല്ലാം അവരുടെ സ്വന്തം സ്ഥലം. ഇപ്പം ചെറിയ വീടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് തന്നെ ഒരു 2 ഏക്കർ 3 ഏക്കർ 5-6 ഏക്കർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവർ ഇവിടെ ഉള്ള കൃഷികൾ, അതായത് അവരുടെ സ്ഥലങ്ങളിൽ അവർ നട്ട് വളർത്തുന്ന കൃഷികളും കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ നിലവിലുള്ളൊരു വ്യൂ ആണ്. ചുറ്റിനും നല്ല മരങ്ങളൊക്കെ ആയിട്ട്, അതേപോലെ തന്നെ ഇവിടെ നിറച്ചും പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ മുകളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു താഴത്തുനിന്ന് കാണുമ്പോൾ ഉള്ളൊരു വലിയൊരു മലയുണ്ട്. ആ ഒരു മലയുടെ മുൾഭാഗവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ താഴത്തോട്ടേക്ക് ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ഈ സൈഡിലായിട്ട് ആ ഒരു മലയുടെ വീഡിയോയോ പിക്ചറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടേക്കാം കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ വീണ്ടും കയറി പോവാട്ടോ. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇതെന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ഥലങ്ങളുടെ ഉള്ളിൽ ഇവിടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ പാചകം ചെയ്യാൻ വേണ്ടി എടുത്ത് വെട്ടി മാറ്റി വെച്ചെങ്ങനെ വിറകാണ്. അവർ വിറകടുപ്പിലും കാര്യങ്ങളൊക്കെയാണ് പാചകം ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടി അവർ കളക്ട് ചെയ്യണ വിറകും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഓരോ സ്ഥലത്തു നിന്ന് അവരിങ്ങനെ കളക്ട് ചെയ്ത് വെട്ടി കെട്ടി വെച്ച് ഇങ്ങനെ വഴികളിലൊക്കെ വെച്ച് പോകും. അതേപോലെ തന്നെ എല്ലാ സൈഡിൽ നിന്നും അവർ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഓരോന്നായിട്ട് എടുത്തെടുത്ത് അവർ അവരുടെ വീട്ടിലോട്ടേക്ക് കാര്യങ്ങളിലോട്ടേക്ക് പോകും.
നമ്മളിതേ അവർ കയറി വന്ന കോൺക്രീറ്റ് ഇട്ട വഴി ഇതേ ഇവിടം കൊണ്ട് തീരുവാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് മണ്ണിട്ട് റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു ബൈക്കും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ജീപ്പും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ പക്ക ഒരു ഓഫ് റോഡ്. നമ്മളെന്തായാലും സ്കൂട്ടിയും കൊണ്ട് ഈ കയറ്റം കയറുന്നില്ല. ഇപ്പോൾ ഒരു ബൈക്കോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ആയിട്ട് ഒരു റൗണ്ട്. ഈ ഒരു സൈഡിലെ ആംബിയൻസും കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ നല്ല ക്ലിയറുണ്ട്, എന്നാ ഒരു അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാണ്ടിരിക്കാം, ഇതും കൂടെ ഒന്ന് കേൾക്കാം. കണ്ടോ, നല്ല രസമല്ലേ? ഇതെന്താണ് സംഭവം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് ഇങ്ങോട്ടേക്ക് കയറിപ്പോകാനുള്ള വഴിയാണോ അതോ എന്നെ ഇപ്പം പറയാം മഴക്കാലത്തെ കാര്യങ്ങളിലോട്ടേക്കോ വെള്ളം വരുന്നൊരു ചാലാണോ ഒന്നും ഐഡിയ ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കയറി പോകണമെന്നുണ്ട്. നമുക്ക് നോക്കാം, തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് കയറി ചെന്നതിൻ്റെ മുകളിൽ എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മങ്ങിയ പൂവുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാൻ. എത്രത്തോളം കണ്ട നേരിട്ടാണ് നല്ല രസമായിട്ട്. എൻ്റെ ക്യാമറയുടെ ഈ ഒരു ക്വാളിറ്റി അല്പം കുറവാണല്ലോ, നിങ്ങൾക്കറിയാലോ, ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാരാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു സെറ്റപ്പ് കാണാത്തത്. വീണ്ടും നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആ കയറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട ഒരു കയറ്റം കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇവൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്നാ ട്രിപ്പോ എന്നെ വിളിച്ചു, ഫോൺ ചെയ്ത് വിളിച്ചു, എങ്ങോട്ടാ ഈ ഒരു സ്ഥലം വരെ പോവാം, ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അവൻ വിചാരിച്ചു വണ്ടി കൊണ്ട് പോയി ചുമ്മാ ഇറങ്ങിയെന്ന് കണ്ട് ആ ഒരു സെറ്റപ്പ്. അത് പണിയെടുക്കണ കാര്യം അളിയൻ അറിയാൻ പാടില്ലായിരുന്നു. എന്നോട് ചോദിച്ചില്ല, ഞാൻ പറയുകയില്ല, വെട്ടിരിക്കുക കയറിണ്ടോ. നമ്മൾ കയറി ചെല്ലുന്നതനുസരിച്ച് അതേ നമ്മുടെ ആ ഒരു നേച്ചറിൻ്റെ ലുക്കും കാര്യങ്ങളും കുറേ കൂടെ വൈൽഡായി കയറി വരും കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ ഒരു കൂട്ടം വിറകെടുത്ത് കെട്ടി വെച്ചിട്ടേക്കണം. ഇതേപോലെ നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ കാണാനും ഇഷ്ടംപോലെ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ താമസിക്കുന്നവർ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ വീണ്ടും കയറി വന്നപ്പോൾ ഇതിലൂടെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നോക്കിയപ്പം അവിടെ ഒരു വീട് പണിയാനുള്ളൊരു ബേസും കാര്യങ്ങളൊക്കെ തറയും കാര്യങ്ങളൊക്കെ പണിതിട്ടൊക്കെ കണ്ടു. പിന്നെ അവരത് പണി ഉപേക്ഷിച്ച് പോയെന്ന് തോന്നുന്നു, നശിച്ചെടുക്കുക. അതേപോലെ തന്നെ ഒരു ജീപ്പുകൾ പോയ ട്രാക്ക് മാത്രം നമുക്കിതിലൂടെ കാണാൻ പറ്റും കേട്ടോ, വേറെ ഒന്നുമില്ല. ഈ ജീപ്പും കൂടെയും പോയ ട്രാക്കില്ലായിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് പുല്ല് പിടിച്ച് കിടക്കണം. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാർ വെട്ടിക്കളഞ്ഞായിട്ടോ തോന്നുന്നത്. അതായത് ഇവിടുത്തെ കാടും മടലൊക്കെ പിടിച്ചെന്നിട്ട് ഈ അടുത്ത് വെട്ടിയ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും നമ്മൾ തോന്നുന്നത്. പിന്നെ വീണ്ടും നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയണമെന്ന് പറഞ്ഞാൽ ഇതാ എന്നാ കാപ്പിക്കുരു, പച്ച കേട്ടോ, പച്ച കാപ്പിക്കുരു ഇതിലുള്ള ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരെയാണ്. അപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഈ കാണുന്നതെല്ലാം. കണ്ട മുകളിലോട്ടേക്ക് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സൈഡിലോട്ടേക്ക് ഈ മരങ്ങളിൽ ചുറ്റിപ്പടങ്ങി ഇറക്കണ്ടാണ് നമുക്കതൊന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല കൂളിങ്ങും നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതേപോലത്തെ കുറേ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെ ചുറ്റിപ്പറ്റി ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരാം. ആരാലും കയറിപ്പെടാത്ത സ്പോട്ട് അല്ലെങ്കിൽ ആരാലും അറിയപ്പെടാത്ത കുറേ സ്പോട്ടുകളും നമുക്ക് കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു സ്പോട്ട് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. നാഷണൽ ഹൈവേയുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് കയറി പോകുന്ന റൂട്ടാണ്. പ്രത്യേകിച്ച് ആർക്കും തന്നെ അറിയാൻ പാടില്ല, ഇവിടെ താമസിക്കുന്നവർക്കും അത്യാവശ്യം ഇവിടെ ലോക്കലിലുള്ളവർക്കും കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഓരോരോ സ്പോട്ട് എഴുതിയാക്കാം. ഇത് ശരിക്കും നല്ലൊരു ഓഫ് റോഡിങ് ഡെസ്റ്റിനേഷനും കൂടെ കേട്ടോ. മഴയൊക്കെ പെയ്തിരിക്കുന്ന ടൈമിലാണെങ്കിൽ നല്ലൊരു ഹെവി ഹാർഡ് കോർ ട്രാക്ക് തന്നെയായിരിക്കും.
നമ്മൾ അവിടെ നിന്നില്ലേ, അവിടെ ആ നിന്ന സ്പോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതായിട്ട് ഒരു വഴിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പം ഞാൻ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച നിങ്ങളൊന്ന് കാണിച്ചു തരാം. വഴിയുണ്ട്, ആ ഒരു വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. നമ്മൾ നേരെ അതിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ കണ്ട ഇനി അങ്ങോട്ടേക്ക് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല, നമുക്ക് മേലോട്ടേക്ക് കയറി പോകാൻ. കാരണം അപ്പം അവിടുത്തെ ഒരു മരം വീണെടുക്കുന്നത് അവിടെ നിന്ന് അവർ വെട്ടിയെടുക്കുന്നുണ്ട് വിറകിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ. നോക്കിക്കേ, നല്ല രസമല്ലേ. അത്യാവശ്യം നല്ല കുത്തിനിറക്കാം കേട്ടോ. ഇത് ഇവർ വഴിയായിട്ടുള്ളതല്ല, ഇങ്ങനെ നടന്ന് അതൊരു വഴി ആയതാണ്. ഇതേ നല്ല ഡേഞ്ചറാണ് കേട്ടോ. ഇതുണ്ടോ, പോയാൽ നമ്മളിതേ അങ്ങ് പോവും താഴത്തേക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് വേണം നമുക്ക് ഇതിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകാൻ. കേട്ടോ, നമ്മളിപ്പം ഇവിടെ നിന്നാണ് ഇറങ്ങിപ്പോയത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു വഴി കിടക്കണ കണ്ടു. ആ ഒരു വഴി കിടക്കണ കണ്ടപ്പോൾ അതിലൂടെ അങ്ങ് പോയെന്നേ ഉള്ളൂ. നമ്മളിതേ അങ്ങോട്ടേക്കാണ് പോയത്. അപ്പം നമ്മൾ കയറി വന്ന വഴി ഇനി കയറി പോകാനുള്ള വഴി. നമുക്ക് മുകളിലോട്ടേക്ക് കയറി പോകട്ടോ. അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്നാന്ന് അറിയണ്ടേ. വഴികളിൽ ദേ ഈ നടുക്കുള്ള ആ ഒരു ട്രാക്ക് മാത്രമേ നമുക്ക് നിലവിൽ വഴിയായിട്ട് അല്ലെങ്കിൽ വണ്ടിയിട്ടാൽ കാണാൻ പറ്റുള്ളൂ. ബാക്കി ഫുള്ള് കാടിട്ട് കിടക്കുക, കാട് പിടിച്ച് കിടക്കുക കേട്ടോ. കറണ്ട് പോകാൻ വേണ്ടി ലൈൻ കമ്പിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ കാട്ടുവള്ളികളും കാര്യങ്ങളൊക്കെ ഈ മരത്തിൽ നിന്ന് തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ മൊത്തം. അപ്പം അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മലയാളിയുടെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം ഈ ഒരു ഭാഗത്ത് നോക്കി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യൻ അവിടെ ഉണ്ട്. അപ്പം പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ നമ്മൾ പോണ ഭാഗത്തേക്ക് ഒരു വെയിലോ കാര്യങ്ങളോ വെയിലിൻ്റേതായ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. മറ്റേ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ട്രാക്കിൻ്റെ ആ ഒരു രീതി ഒന്നും കൂടെ മാറി കുറേ കൂടെ ഹാർഡായിരിക്കുകയാണ്. ഇപ്പം ഇങ്ങോട്ടേക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറേ നാളുകളായിരുന്നു നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഈ ഒരു സ്പോട്ടിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ ഇനിയും കയറി പോകാം കേട്ടോ. ഇതെല്ലാം പവറായിട്ട് വീഡിയോയിലുണ്ട്, ഞാൻ എടുത്തിട്ട് നോക്കാം. അപ്പം ഇതിലൂടെ നിലവിൽ 2 റൂട്ടുണ്ട്. ഒന്നേ മേളിലോട്ടേക്ക് കാണുന്ന റൂട്ടും ഒന്നേ താഴത്തോട്ടേക്ക് കാണുന്ന റൂട്ടും. അപ്പോൾ നമ്മൾ കയറി പോകണത് മേളിലോട്ടുള്ള റൂട്ടാണ്. അതേ അവിടെ നിന്ന് ഒരു ചേട്ടനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ. ചേട്ടനല്ല, ഒരു ചേച്ചി. നമുക്ക് എന്തായാലും ക്യാമറ ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് വെറുതെ അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ. അപ്പോൾ അവർ പോണ വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കയറിപ്പോം. ആ ചേച്ചി ഇറങ്ങി പറഞ്ഞ അത്രയും ടൈം ഉണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തോട്ടേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇടാരും വരാത്ത രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു രീതിയും കാര്യങ്ങളും. നോക്കിക്കേ, ഭയങ്കര സെറ്റപ്പല്ലേ. ആ ചുറ്റും ആ ഒരു പച്ചപ്പും കൊണ്ടുള്ള ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാൻമെയ്ഡോ കാര്യങ്ങളൊന്നുമല്ല, നാച്ചുറലായിട്ട് ഉള്ള ഒരു ആംബിയൻസ് കേട്ടോ. എന്നെ രസമാണ് നോക്കിക്കാൻ നിങ്ങൾ. എൻ്റെ പൊന്നെ, ഇത് പൊളി അന്യായ പൊളി. നോക്കിക്കേ നിങ്ങൾ. നമുക്ക് ഇനി താഴത്തോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇലയില്ലാണ്ട് കുറേ മരക്കൊമ്പുകൾ മാത്രം നിൽക്കുന്ന കാണാം കേട്ടോ. ഈ ഒരു റൂട്ടിൻ്റെ എൻഡ് വശം എങ്ങോട്ടേക്കായിരിക്കാം. മേലോട്ടേക്കുള്ള റൂട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ എൻഡും കാര്യങ്ങളൊക്കെ എങ്ങോട്ടേക്കാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എൻഡ് നോ ഐഡിയ ഗൈസ്. ഏകദേശം എൻ്റെ എത്താറായോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ വേറെ കേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഈ ഒരു ഭാഗം കംപ്ലീറ്റ് സ്ലോപ്പാട്ടോ. ഈ ഒരു ഇത് വെച്ച് അവിടെ മറിച്ചിരുന്ന വഴിയാണെന്ന് തെറ്റിദ്ധരിക്കൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം ബൈ ചാൻസ് എങ്ങാനും ഇതിൽ കാല് വെച്ച് താഴത്തോട്ടേക്ക് പോയാൽ പിന്നെ തീർന്നു. പിന്നെ ഓരോ മരക്കൊമ്പുകളുള്ള അതിൻ്റെ ഇടയിലെല്ലാം പിടിച്ച് നിൽക്കാമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ്ടോ, നമ്മൾ പോയി ഏകദേശം എൻ്റെ ഒരു എൻഭാഗമായി കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ്, അവിടെ കുറച്ച് കപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ചെന്ന് കയറണമെന്ന് പറഞ്ഞാൽ ഈ മലമൂട്ടിലുള്ള വേറെ ആർട്ടോ പറമ്പിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോകണില്ല കേട്ടോ. നമുക്ക്
നമുക്ക് എന്തായാലും തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ പോകും. പിന്നെ ഇവിടെ ഞാൻ അധികം സൗണ്ടും കാര്യങ്ങളൊന്നും വെച്ച് വ്ളോഗ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒന്നാമത് ഇങ്ങനെയുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഇവിടെ താമസിക്കുന്ന കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ബുദ്ധിമുട്ടാവാണ്ടിരിക്കണമല്ലോ. പിന്നെ അവരെങ്ങാനും വന്ന് നമ്മളെ ഇറക്കി വിട്ടാലോ പറയാൻ പറ്റില്ല. നമുക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ല. അതേപോലെ മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ പ്രത്യേകിച്ച് വേറെ ആൾക്കാർ ആരുമില്ല, ഒന്ന് ഞാനും അവൻ മാസ്ക് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാരണം മാസ്ക് ഇടുമ്പോൾ വീഡിയോയിൽ നമ്മൾ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടില്ലേ, അതുകാരണമാണ് ഞാൻ മാസ്ക് യൂസ് ചെയ്യാണ്ടിരിക്കണേ. ഇപ്പം ഞങ്ങൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടില്ലേ, അതെന്ന് പറഞ്ഞാൽ ഇവിടെ ദേ കണ്ടോ കുഞ്ഞു കിളിക്കൂടുകൾ, ആ കിളികളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് മുഴുവൻ. നമ്മളിതേ ഈശോയെ ഡേഞ്ചർ കണ്ടു, അവിടെ ഒരു നായ നിൽക്കുന്നുണ്ട്. അവൻ്റെ രീതികളും കണ്ടിട്ട് എന്താണ് സ്ഥിതി എന്നൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും രണ്ടും കൽപ്പിച്ച് കയറിപ്പോകാം. നമ്മളിതേ കയറി പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടില്ലേ, ഒരു മിനിറ്റ്, നേരത്തെ അവിടെ നിന്ന് കണ്ടില്ല, ആ മുകളിലോട്ടേക്കുള്ളൊരു വഴിയും കാര്യങ്ങളും. അതേപോലത്തെ ഈ ഒരു ഓസ് കണ്ടോ, ഇത് മുകളിൽ നിന്ന് അപ്പോൾ എവിടെയൊന്നോ ഇവരെ താഴത്തെ വീടുകളിലോട്ടേക്ക് വെള്ളം എടുക്കുന്ന കേട്ടോ. ഇവിടെ ലീക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കിണറിനും കാര്യങ്ങളൊന്നും ഒന്നുമല്ല വെള്ളം എടുക്കുന്നത്, ഇതേപോലെ എന്നാ ഉറവകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ ഓസിട്ടാണ് അവരുടെ വീട്ടിലോട്ടേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി കേട്ടോ. കാരണം ഈ ഓസിട്ട് വെള്ളം എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നോക്കി എന്താണെന്ന് വെച്ചാൽ പിന്നെ പറയാം. ഒന്നുമില്ല കേട്ടോ, നമ്മളെ ഒന്ന് വന്ന് നോക്കി, നമ്മൾ പ്രശ്നക്കാരാണോ കാര്യങ്ങളൊക്കെ വന്ന് നോക്കി. ഇല്ല കുഴപ്പമൊന്നുമില്ലയെന്ന് അവൻ കണ്ടപ്പോൾ അവൻ കയറി പോയിട്ടുണ്ട്. അപ്പം അവനെ ഈ വീട്ടിലാണെന്നാട്ടോ തോന്നുന്നത്. ആ വീടിൻ്റെ ഭാഗത്തോട്ടേക്കാണ് കയറി പോയേക്കണേ. കഴുത്തിൽ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേ നിൽക്കുന്നു ചെക്കൻ. കുഴപ്പമൊന്നുമില്ലാന്ന് നമ്മളെ കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ടപ്പോൾ അവൻ ദേ കയറി നിൽക്കണ്ടേ. അപ്പം ഇവിടെ വന്നപ്പം നമുക്ക് ഈ ഒരു റൂട്ടിലെ വേറൊരു മെയിൻ വ്യൂ പോയിൻറ്റും കാര്യങ്ങളും ആട്ടോ ഇവിടെ. ഇതുണ്ടോ, നിങ്ങൾ താഴത്തൊട്ടേക്ക് കാണുന്നൊരു വ്യൂ നോക്കിക്കേ. നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നില്ലേ. ഇത് നേരെ മുകളിൽ കാണുന്ന ആ ഒരു മല ഓർമ്മയുണ്ടോ, അത് നമ്മുടെ പെട്ടിമുടി കേട്ടോ. നമ്മൾ പോയ ആ ഒരു സ്പോട്ട് ഓർമ്മയില്ലേ. പിന്നെ ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്പോട്ടാട്ടോ. അപ്പം ഒരു അടിപൊളി വ്യൂ അടിമാലിയുടെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കാട്ടോ കയറി പോകാൻ നിൽക്കണേ. എന്തായാലും ഇവനോട് ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ പട്ടീനെ അധികം ഇത് സോപ്പാക്കണ്ടെന്ന്. ഇപ്പം ഇവന് നല്ല കളിയായിട്ടുണ്ട്. എനിക്കറിയായിരുന്നു നമ്മൾ ഇങ്ങനെ നായ്ക്കുട്ടികളെ ഇങ്ങനെ നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരുന്ന പിന്നെ അത് ആ ഒരു കളിയുടെ ആ ഒരു രസം മൂത്ത് നമ്മുടെ അടുത്തോട്ടേക്ക് ഇങ്ങനെ കയറി വരും. അപ്പം എന്തായാലും നമുക്ക് കയറിപ്പോം. അവനെ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരിച്ചു വിടാം അല്ലേ. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കയറി വരുമ്പോൾ ഒരു നല്ല രസമുള്ളൊരു വീട്. അതായത് ഇപ്പം ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മരത്തിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ. മരത്തിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ആട്ടോ. ആ വേരും കാര്യങ്ങളൊക്കെ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പാറയുടെ മുകളിലൂടെയൊക്കെ ആ വേര് ഇറങ്ങി നിൽക്കണം. നോക്കിക്കുക, നല്ല രസമല്ലേ. അപ്പം ഈ ഒരു വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ താഴത്തുനിന്ന് ഇറങ്ങി വന്ന് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ കാണിച്ചില്ലേ. നെക്സ്റ്റ് നമുക്ക് പോകേണ്ട റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കയറിയാണ്. പക്ഷേ അവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിലൂടെ ജമ്പ് ചെയ്ത് ആ ഒരു പോയിൻ്റ് നിങ്ങളെ കാണിച്ചിട്ട് അപ്പുറത്തൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ കയറി ഇറങ്ങി പോകട്ടോ. അപ്പം നമുക്ക് ഇതിലൂടെ പോകണമെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്പോട്ടാണ്. കഴിഞ്ഞ തവണ ഇവിടിലൂടെ കയറി ഇറങ്ങി വന്നപ്പോൾ കുറേ നേരം ഇവിടെ ഇരുന്നു. അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. എൻ്റെ മോനെ, A few moments later.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ കുറേ നേരം ഇരുന്ന് ബാക്കിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചറിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പം മുകളിലോട്ടേക്ക് കയറി പോവാട്ടോ. മുകളിലോട്ടേക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ കാണുന്നൊരു ഭാഗം കണ്ടോ, ആ ഒരു ഭാഗത്ത് നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത് തന്നെ പോകട്ടെ. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പിന്നെ വേറൊരു കേസ് എനിക്ക് ഇപ്പം മൈൻഡിൽ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇഷ്ടമായി. ഇപ്പം ഇവിടെ താഴത്തുള്ള ആ ഒരു വീട്ടുകാർ പറഞ്ഞത് നൈറ്റ് ഈ ഒരു സ്പോട്ട് കാണാൻ നല്ല സെറ്റപ്പാണ്. അപ്പം പറ്റുവാണെങ്കിൽ നമുക്കൊരു ദിവസം ഈ ഒരു സ്പോട്ടിൽ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വരാം കേട്ടോ. ഇനി നമുക്ക് എന്തായാലും മേളിലോട്ടേക്ക് കയറിപ്പോം. ഇങ്ങനെ മേളിലോട്ടേക്ക് കയറി പോകുമ്പം നമുക്ക് ഇവിടെ ചെറിയൊരു ഉറവയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് പലയിടത്തും ഇവർ ഹോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഉറവയുടെ വലിയൊരു ഭാഗം മേളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കാം. അപ്പം ഇതാണ് നമ്മൾ മേളിലോട്ടേക്ക് കയറി പോണ ആ ഒരു റൂട്ട്. ഇവിടെ നമ്മൾ നേരത്തെ കയറിയിരുന്ന കുരിശും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് കയറി പോകട്ടോ. ഇതൊരു ചെറിയൊരു പെട്ടിക്കട സെറ്റപ്പാണെന്ന് കേട്ടോ തോന്നുന്നത് നമുക്ക്. നമ്മൾ അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ നല്ല രസമുള്ളൊരു മരം കാണാം കേട്ടോ. അതായത് അവിടെ നിന്ന് അതിൻ്റെ ആ റൂട്ട് തുടങ്ങി നേരെ താഴത്തേക്ക് ചാങ്ങി നിൽക്കുന്ന ഒരു ഇത് നൈസായിട്ടുണ്ട്. അതേപോലെ നമ്മൾ വീണ്ടും കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിൽ ഇവിടെ വെയിലായിട്ട് ബ്ലേഡും കാര്യങ്ങളൊക്കെ ഇവർ വെച്ചേക്കണുണ്ടല്ലേ, ആ വാളിൻ്റെ ബ്ലേഡ്. അപ്പം ഇതെന്നൊക്കെ പറയാൻ ഓരോ ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആട്ടോ. ഞാനിപ്പോൾ ഇവനോട് പറയാം ഇങ്ങോട്ടേക്ക് ഓഫ് റോഡിന് വേണ്ടി കയറ്റിക്കൊണ്ട് വരണം. അതൊരു അന്യായ പൊളി തന്നെ ആയിരിക്കുന്നത്. ശരിക്കും പൊളിച്ചോടിക്കാൻ പറ്റുന്ന ഒരു ഓഫ് റോഡ് ഡെസ്റ്റിനേഷനാണ്. നാട്ടുകാരൊക്കെ ചിലപ്പോൾ പിടിച്ച് കുത്തിനിട്ട് തല്ലാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. കാരണം ഇത്ര സുഖമായിട്ട് കാണിച്ച് ആൾക്കാർ കയറി വരുമ്പോൾ അവരുടെ ഒരു മൈൻഡിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ ആ അരുവിയുടെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വഴിയും കാണാനുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകണില്ല, മേളിലോട്ട് കയറി പോവാം. എൻ്റെ പൊന്ന ഗായ്സ് മടുത്തു, പഹാട് ഇളകി കിട്ടോ. നമ്മൾ ഏകദേശം കുറേ നേരം ഇത് കുന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പം കയറി ഇന്നൊരു ഈ ഒരു കയറ്റത്തിനൊരു എൻ്റെ എത്തിയോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ, എന്നിട്ട് വരാം. ഇവിടെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വീണ്ടും ബാക്ക് ടു എനർജി നല്ല മൂഡൊക്കെ കയറി വന്നു. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടേക്ക് നടക്കും കേട്ടോ. നമ്മൾ കണ്ട വ്യൂവിൽ നിന്ന് വളരെ വ്യത്യസ്ത ഒരു വീടാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ അവരുടെ വീടിൻ്റെ അവിടെ കൃഷി ഓരോരോ കൃഷി കാര്യങ്ങൾ, പിന്നെ ആടിനെ വളർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കുക നിങ്ങളെ, ഇതെന്തുവാ സാധനം എന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റിച്ച് പറഞ്ഞിട്ട് അത് വലിയ ഇതാക്കണ്ടല്ലോ. അപ്പം കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്തെങ്കിലും എന്ത് സാധനം എന്ന് വെച്ചാൽ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേ, അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കിക്കോളുക. ബാക്കിലുള്ള പ്രണവ് ഇത് മത്തങ്ങയാണ് കുമ്പളങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉറപ്പില്ലാത്ത കാരണം ഒന്നും പറയുന്നില്ല. വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ടേക്ക് നേരെ നടന്ന് കയറി പോവാം. വീടിൻ്റെ ബാക്കിൽ ഇവർക്ക് ചെറിയൊരു തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പശുവിനെ വളർത്താൻ വേണ്ടിയുള്ളത്. ഈ പോണ സൈഡിൽ ഫുൾ ഇവർക്ക് വേണ്ട ഓരോ സാധനങ്ങളും നട്ട് വളർത്തിയിട്ടുണ്ട്. ഇതുണ്ടോ ബീൻസ് അല്ലേ, ഇത് കാണുന്നില്ലേ നിങ്ങൾക്ക്, ഉണ്ടോ ബീൻസും കാര്യങ്ങളോ. ഇതേ നിരനിരയായിട്ട് ഇവര് നട്ട് വളർത്തുന്ന കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ കാന്താരിയും ഉണ്ട്, വാഴയുണ്ട്, കുരുമുളകുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവരിവിടെ നട്ട് വളർത്തിയാണ് ഭക്ഷിക്കുന്നത്. കാരണം അതിൽ പലതുണ്ട്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ആ ഒരു പഴയ രീതിയിൽ നിന്ന് ഇതുവരെ ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് കയറി വന്നിട്ടില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മുകളിൽ ഇത്രയും പൊക്കത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി കയറി വന്ന് താമസിക്കേണ്ട ഒരു ഏരിയ ആണിത്. നിങ്ങൾ പറഞ്ഞ വഴിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അല്ലെ ഏറ്റവും ടോപ്പിലുള്ള ലാസ്റ്റത്തെ 2 വീട്ടിൽ സെക്കൻഡ് ലാസ്റ്റ് വീടാണ്. ലാസ്റ്റ് വീട് കുറച്ചും കൂടെ ഫ്രണ്ട് പോയി അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ടേക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കയറി വരാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടല്ലോ. നമ്മളാണെങ്കിൽ അപ്പുറത്ത് ആ ഒരു വീടും കാണിച്ചില്ല. ആ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി വന്നു. ചേച്ചിയോടൊക്കെ കുറേ സംസാരിച്ചു. ചേച്ചി നമുക്ക് നല്ല വലിയ വെള്ളമൊക്കെയാണ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രഷായിട്ട് ഒരു പ്രിസർവേറ്റീവ്സ് വിടാണ്ട് എന്താ പറയുക പക്ക നേച്ചറിലുണ്ടായതാണ്. എന്നെ ടേസ്റ്റാണെന്ന് പറയുന്നത് കഴിക്കാൻ. ഇങ്ങനെ കഴിക്കാം എന്നുണ്ടോ, അന്യായ ഫ്രഷ്, ഭയങ്കര ടേസ്റ്റും. എടുത്തോണ്ട് പോകണോ
അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഈ ഒരു റൂട്ടിൻ്റെ എൻ്റെ തറയിൽ കാരണം മുകളിൽ ഒരു വീടും കൂടെ ഉള്ളൂ. ആ വീടും കൂടെ കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഫോറസ്റ്റിലോട്ടേക്കുള്ള എൻട്രൻസും അവിടുത്തെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഒരു വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവരുടെ കൃഷിസ്ഥലം കേട്ടോ. അതായത് ഇവരുടെ ഉപജീവന മാർഗമായി ഇവർ ചെയ്തുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനുള്ള ഇവരുടെ പറമ്പും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ ഇവിടെയുള്ള ഒരു വീട്. ഇനിയിപ്പം ചെറിയ റൂട്ടും കൂടെ കണ്ട് അതാണ് ഈ റൂട്ടിലുള്ള ലാസ്റ്റ് വീട്. കേസ് പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഒരു സാധനമുണ്ട്. അതായത് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്നത് ഇപ്പം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ മാത്രം കിട്ടുന്ന ഒരിത്. കൊലയോട് നിൽക്കുന്ന കപ്പളങ്ങ ഇതൊക്കെ എവിടെ എങ്ങനെ ഇപ്പം ഇങ്ങനെ കാണാൻ കഴിയുമോ? ഒന്നും പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, പച്ചയാ. അടിപൊളി അല്ലേ? അപ്പം നമ്മൾ കയറി വന്നു. ഇതാട്ടോ ഇവിടുത്തെ ലാസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. താഴത്തേക്ക് ഏലകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഒരു തൊഴുത്തുണ്ട്, ഇവിടെ വീടുണ്ട്. ഹലോ, ഓർമ്മയുണ്ടോ? ആരാ? അത് തന്നെ. നമ്മുടെ ഇവിടെ ഒരു അപ്പൂപ്പനെ കിട്ടിയേക്ക. ഈ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനിവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അന്ന് പരിചയപ്പെട്ടാണ് ഈ അപ്പൂപ്പനെ. അപ്പം അപ്പൂപ്പ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു ഹലോ പറഞ്ഞ എൻ്റെ ചാനലാ. കണ്ടോ, ഇതാണ് നമ്മൾ അന്ന് പരിചയപ്പെട്ട അപ്പൂപ്പൻ കേട്ടോ. അപ്പൂപ്പന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേരെ. അത് തന്നെ. അപ്പം അപ്പൂപ്പന്റെ ആണ് ഈ കാണുന്ന സാമ്രാജ്യമൊക്കെ അല്ലേ അപ്പൂപ്പ? ഈ എത്ര ഏക്കർ ഉണ്ട് അപ്പൂപ്പന് ഇവിടെ? കണ്ടോ, 3.5 ഏക്കർ മൊത്തം അപ്പൂപ്പന്റെ സാമ്രാജ്യമാണ്. അപ്പം ഇത് കാണുന്ന അപ്പൂപ്പന്റെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇനി ഞാൻ അപ്പൂപ്പനോട് കുറച്ച് സംസാരിച്ചിരിക്കട്ടെ. ഇതാണ് നമ്മുടെ അപ്പൂപ്പന്റെ വീട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൂപ്പൻ്റെ ഇവിടെ ഇരിക്കുന്നു. ഇത് അപ്പൂപ്പന്റെ മക്കളും പേരക്കുട്ടികളൊക്കെയാണ്. അപ്പൊ ഇതാണ് ഈ വീടിന്റെ ഒരു ഫ്രണ്ട് വശം. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് നമ്മൾ പോവാട്ടോ. അപ്പൊ അപ്പൂപ്പ ടാറ്റാ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഒരു അപ്പൂപ്പനെ ഇവിടെ പരിചയപ്പെട്ടാണ്. നല്ലൊരു മനുഷ്യനാണ്. ഈ അപ്പൂപ്പൻ്റെ കൂടെ ഇവിടെ താമസിക്കാനൊരു അമ്മൂമ്മയും കൂടെ ഉണ്ട്. അപ്പം അപ്പൂപ്പൻ്റെ അമ്മൂമ്മയും കൂടെ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കുള്ള ഏറ്റവും ലാസ്റ്റ് വീടാണ്. അപ്പം എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റാണ്. ഇപ്പം ഇവിടുത്തെ ഡോഗി പോകുന്നു. ഹൈ ഡോഗി. ഈ ഒരു പാലം എങ്ങാണ്ടാണ്, ഈ പാലം കഴിഞ്ഞ് പോണ എങ്ങാണ്ടാണ് ഇതിൻ്റെ ഒരു ബൗണ്ടറിയാ. അത് തന്നെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് ഫോറസ്റ്റ് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് കയറി പോയിട്ടുണ്ട്. അവിടെ കയറിപ്പോയെന്ന് പറഞ്ഞാൽ അന്ന് സത്യം പറഞ്ഞാൽ കയറിപ്പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം അങ്ങോട്ടേക്ക്. അപ്പം നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു വന്നത്. അതായത് കാട്ടാന കയറി, തലേ ദിവസം കാട്ടാന കയറിയതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം വന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കയറി ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞാൽ കാട്ടാൻ ഈ കാടും മറലൊക്കെ നശിപ്പിച്ച് ഇറങ്ങില്ലേ. അതേപോലെ തന്നെ ഇതൊരു കാട് വഴിയാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിറകും കാര്യങ്ങളൊക്കെ അവരുടെ ഓരോ ദിവസം അവരുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വെട്ടിയെടുക്കുന്നുണ്ട്. അല്ലാണ്ട് ബാക്കിയുള്ളവർ നമ്മളെപ്പോലെയുള്ളവരൊക്കെ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. പിന്നെ ഞാൻ അധികം ഏരിയ ഒന്നും പോണില്ല. അതായത് തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ജസ്റ്റ് പോകുന്നു. ഇത് മറ്റേ ആ ഒരു ബൗണ്ടറി ഇതാക്കണ കല്ലം കണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴി. നമുക്ക് തിരിച്ച് പോവാണ്. അധികം ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഇതിൻ്റെ അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ഡെൻസ് ഫോറസ്റ്റാണ്. അപ്പം ഇതേപോലത്തുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ചാനലിലും കാര്യങ്ങളിലൊക്കെ വരും. ഇപ്പം ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മളെന്തായാലും പോകണില്ല. ഇപ്പം നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോയാൽ നമ്മൾ ശരിക്കും കൊടുക്കും. കാരണം കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പെടും. ഈ വഴിയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൂടെയൊക്കെ പോകാൻ പറ്റൂ. എൻ്റെ അടിയിലുള്ളൊരു വ്യൂ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കൂടെയാണ് അല്ലേ?
ഇതൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ തന്നെ കുറേ ഇതേപോലെയല്ല ഇതിനേക്കാൾ നല്ല അടിപൊളി കുറേ അഡ്വഞ്ചർ വ്ളോഗ്സും അഡ്വഞ്ചർ ട്രാവലിങ്സും എല്ലാം തന്നെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കണതിനേക്കാളും വേറെ ലെവല്. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇതിൻ്റെയൊക്കെ സാമ്പിളാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചാറ്റ് ചെയ്യാനെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ അത് വേറെ നമ്മൾ ട്രാവൽ ചെയ്യണതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ചെറിയ ചെറിയ വീഡിയോസും ഒക്കെ അതിലിടുന്നുണ്ട്. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിട്ട് ട്രാവലേഴ്സ് മെമ്മറീസ് വരുന്നവരെ ബൈ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞോ, കുഴപ്പമില്ല, പാട്ട് കെട്ടി ചെയ്തെടുക്കാനുള്ളല്ലേ. പിന്നെ ഗൈസ് കയറി കയറ്റമൊക്കെ ഇറങ്ങി വന്ന് മടുത്തു. പാടാണെങ്കിൽ ഇതേ ഇരിക്കണുണ്ടോ, ഇങ്ങനെയുണ്ട് കുറച്ചും കൂടെ താഴത്തോട്ടേക്കുള്ള ഇറക്കം.